ശ്രീ പ്രകാശ് ജാവദേക്കർ ബി.ജെ.പിയുടെ കേരളത്തിലെ പ്രഭാരിയാണ്. ഈ പ്രഭാരി എന്ന് വെച്ചാൽ കേരളത്തിലെ പാർട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ഏകോപിപ്പിക്കുക, കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചുമതല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബി.ജെ.പി നേതാവിനോട് ചോദിച്ചു, ഈ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാരെ പോലുള്ള അധികാരങ്ങളോ അല്ലെങ്കിൽ ചുമതലകളോ ഈ പ്രഭാരിമാർക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത്രയുമില്ല, എന്നാലും കേരളത്തിലെ കാര്യങ്ങളല്ലേ, അതാത് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ നോക്കുന്നില്ല, അദ്ദേഹത്തിനൊരു അധികാരമോ അല്ലെങ്കിൽ ഒരു ചുമതലയോ ഒക്കെ ഉണ്ട്. ഇന്നലെ ഒരു വാർത്ത കണ്ടപ്പോൾ പ്രകാശ് ജാവദേക്കറെ കുറിച്ചൊരു ചെറിയ അന്വേഷണം നടത്തി. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചെവിക്ക് എന്തെങ്കിലും കേൾവിക്കുറവുണ്ടോ, അൾഷിമേഴ്സ് ഡിമെൻഷ്യ പോലെ എന്തെങ്കിലും ഏനക്കേടുകളുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചു. അപ്പോൾ ഒരു കുഴപ്പവുമില്ല, 73 വയസ്സായി എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം ബി.ജെ.പിയിലെ ഒരു പുലിയ, വേണമെങ്കിൽ ഒരു പുപ്പുലി എന്ന് പറയാം. 2 തവണ രാജ്യസഭാംഗമായിട്ടുണ്ട്. ആദ്യത്തെ തവണ സ്വന്തം നാടായ മഹാരാഷ്ട്രയിൽ നിന്നായിരുന്നു, പിന്നീട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ മധ്യപ്രദേശിൽ നിന്നാണ് അദ്ദേഹം ജയിച്ച് രാജ്യസഭയിലെത്തിയത്. വനം, പരിസ്ഥിതി വകുപ്പ്, കാലാവസ്ഥ മാറ്റം, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, വിദ്യാഭ്യാസ വകുപ്പ്, പാർലമെന്ററി അഫയേഴ്സ് മുതലായ വകുപ്പുകളിലൊക്കെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായിട്ടും ക്യാബിനറ്റ് മന്ത്രിയായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കലും ലോക്സഭയിൽ വന്നിട്ടില്ല, തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം വന്നിട്ടില്ല. മഹാരാഷ്ട്ര നിയമസഭയിൽ വന്നതും ഉപരിസഭ വഴിയാണ്, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വഴിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ എന്തെങ്കിലും കാര്യമായ സ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്രഭാരിയുടെ ചുമതല മാത്രമാണുള്ളത്. ഞാൻ ഈ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, പത്തനംതിട്ടയിലെ നമ്മുടെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ കുറിച്ച് ചില അഴിമതി ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉയർന്നു വരികയുണ്ടായി. ഈ ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ പദവി ഒരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലഭിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തെന്നും, പിന്നീട് അത് നടക്കാതെ വന്നപ്പോൾ തിരിച്ചു ചോദിച്ചപ്പോൾ തന്നില്ലെന്നും, പിന്നീട് PJ കുര്യൻ വഴി ചോദിച്ചെന്നും, എന്നിട്ടും കിട്ടിയില്ലെന്നും, അവസാനം PT തോമസ് ഇടപെട്ടാണ് ആ തുക തിരിച്ചു ലഭിച്ചതെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, അതിന്റെ വാസ്തവസ്ഥിതി എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവുമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഏതോ ഒരു കുബുദ്ധിയായ മാപ്ര നമ്മുടെ പ്രകാശ് ജാവദേക്കറോട് ചോദിച്ചു, മേപ്പടിയാനെ അറിയുമോ, അതായത് നമ്മുടെ ഈ ദല്ലാൾ നന്ദകുമാറിനെ അറിയുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ദല്ലാളിനെ അറിയത്തില്ല, ദല്ലാൾ എന്നുള്ള വാക്കുപോലും അദ്ദേഹം കേട്ടിട്ടില്ല, നന്ദകുമാറിനെ അറിയില്ല. ആകെ കൂടെ അറിയാവുന്നത് ഈ കർണാടകയിൽ നിന്നുള്ള ഒരു ബി.ജെ.പി നേതാവുണ്ട് അനന്തകുമാർ, അദ്ദേഹത്തെ നന്നായിട്ട് അറിയും. കേന്ദ്ര നേതാവായിരുന്നു, കേന്ദ്രത്തിൽ മന്ത്രിയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജെ പത്മകുമാർ ഇവിടെ സംസ്ഥാന ലെവലില് സെക്രട്ടറിയും മറ്റുമായിരുന്ന ഒരാളാണ്, അദ്ദേഹത്തെ അറിയും. പിന്നെ ഉത്തരേന്ത്യയിലെ ചില കുമാരന്മാരെയൊക്കെ അറിയുമെന്നല്ലാതെ ഈ ദല്ലാൾ നന്ദകുമാറിനെ എനിക്ക് അറിയില്ല, അദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല, പരിചയവുമില്ല. ഓക്കെ, സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞാൽ പിന്നെ നമ്മളെ വിശ്വസിക്കുക അല്ലാതെ എന്ത് വഴി? പ്രഭാരിയല്ലേ, പ്രധാനപ്പെട്ട ആളല്ലേ. പക്ഷേ ഈ മാതൃഭൂമി വാർത്താ ചാനൽ ഒരു ഭയങ്കര മാരകമായ ചെയ്ത്ത് ചെയ്തു കാണും. അവർ ഇന്നലെ ഒരു വിഷ്വൽ സംപ്രേഷണം ചെയ്തു. അതായത് തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളം, ആഭ്യന്തര വിമാനത്താവളം, അവിടെ ഡൽഹിയിൽ നിന്നുള്ള ഒരു ഫ്ലൈറ്റിൽ പ്രകാശ് ജാവദേക്കർ വരുന്നു, കൂടെ ദല്ലാൾ നന്ദകുമാറുണ്ട്, ഇവരെ ഒന്നിച്ചു പുറത്തേക്ക് വരുന്നു. അപ്പൊ ജാവദേക്കർക്ക് പോകാൻ വേണ്ടി ഒരു കാർ അവിടെ കിടപ്പുണ്ട്, ബി.ജെ.പി ആഫീസിൽ നിന്ന് അയച്ച ഒരു കാർ അവിടെ കിടപ്പുണ്ട്, ഒരു ചുവന്ന കാറാ. പക്ഷെ അദ്ദേഹം അതിൽ കയറുന്നില്ല. അദ്ദേഹം നന്ദകുമാർ അദ്ദേഹത്തിന്റെ സ്വന്തമാണെന്നാണ് മാതൃഭൂമി പറയുന്നത്. അദ്ദേഹം വന്ന ഒരു ഇന്നോവ കാറിൽ കയറി പോവുകയാണ്. കാറിന്റെ ഇടതുവശത്ത് ജാവദേക്കർ കയറുന്നു, വലതുവശത്ത് ദല്ലാൾ നന്ദകുമാറും കയറുന്നു, പോകുന്നു. ഈ ചുവന്ന കാർ അവിടെ കിടപ്പുണ്ട്. പോടാ പാർട്ടിക്കാരെ എന്ന് പറഞ്ഞിട്ടാണ് പ്രകാശ് ജാവദേക്കർ ഈ നന്ദകുമാറിന്റെ കാറിൽ കയറി പോകുന്നത്. കാറുകൾ തമ്മിൽ കണ്ടാൽ ഒരു പരിഷ്കാരത്തിന്റെ കാര്യത്തിലെ കുറിച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മളൊരു സിനിമ ഓർക്കുന്നുണ്ടാവും,
കോട്ടയം കുഞ്ഞിച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമ. അതിലെ നായികയായ മോളിക്കുട്ടിയെ കാണാൻ ഒരു കഥാപാത്രം വരുന്നുണ്ട്. പരിഷ്കാരിയാണെന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. കുഞ്ചനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ആ കുഞ്ചനും ആ സീനിലൊക്കെ തന്നെയുള്ള മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ കാറുകൾ തമ്മിലുണ്ട്. ഒരു പരിഷ്കാരത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും BJPയുടെ കാറ് ഒഴിവാക്കി അദ്ദേഹം നന്ദകുമാറിന്റെ കാറിലാണ് പുറത്തേക്ക് പോയത്. അവരെവിടെ പോയി, എങ്ങോട്ടാണ് പോയത്, എപ്പോഴാണ് ആഫീസിൽ തിരിച്ചെത്തിയത് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഇത് BJP ആഫീസ് അറിഞ്ഞു കാണുമല്ലോ. സ്വാഭാവികമായിട്ട് അവരൊരു കാർ അയച്ചിട്ട് അതിലല്ല വന്നത്. ആളില്ലാ കാറായിട്ട് അത് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഓഫീസിന്റെ ചുമതലയുള്ളവർ അന്വേഷിക്കും. അല്ലെങ്കിൽ ഈ കൂടെ വന്ന കുറെ പയ്യൻസ് ഉണ്ട്, അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകാൻ പെട്ടിയെടുക്കാനൊക്കെ ആയിട്ട് വന്ന ചില ആളുകൾ, BJP പ്രവർത്തകർ, അവർ പറഞ്ഞു കാണുമല്ലോ നമ്മുടെ കാറിലല്ല വന്നത്, വേറൊരു കാറിലാണ് പോയതെന്ന് പറഞ്ഞു കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും BJPയുടെ നേതൃത്വം അന്വേഷിക്കുമല്ലോ. നമ്മുടെ പ്രഭാരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാവാണ്, അദ്ദേഹം ഇവിടെ വരുമ്പോൾ പാർട്ടി അയച്ചൊരു കാറിൽ കയറാതെ മറ്റൊരു കാറിൽ പോയെങ്കിൽ അവർ അന്വേഷിക്കും. ഇതൊരു കൊല്ലം മുമ്പ് നടന്ന കഥയാണ് കേട്ടോ, ഈ അടുത്ത ദിവസങ്ങളിലൊന്നുമല്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഓർമ്മക്കുറവുണ്ടോ, ഡിമെൻഷ്യ, അൽഷിമേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണം നടത്തിയത്. ഇത് 1 വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ വിഷ്വലാണ്. ഇവരുടെ ഒപ്പം മറ്റാരെങ്കിലും കയറുന്നതായിട്ട് നമുക്ക് ഈ വിഷ്വലിൽ കാണാൻ പറ്റുന്നില്ല. മാതൃഭൂമി നന്നായിട്ട് നല്ല വെടിപ്പായിട്ട് ഇന്നലെ ചാനലിൽ അത് കാണിച്ചു. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ആ മാതൃഭൂമി പത്രത്തിൽ ആ വാർത്തയോടൊപ്പം ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഈ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത്, ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആള് പല ഇടപാടുകളിലും ഒരു ഇടനിലക്കാരനായി അല്ലെങ്കിൽ ഒരു ദല്ലാളായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ദല്ലാൾ നന്ദകുമാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നതിൽ അദ്ദേഹം ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഇപ്പോൾ ഈ നന്ദകുമാറിന്റെ പേര് ശ്രദ്ധിക്കപ്പെടാൻ കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അനിൽ ആന്റണിക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ടാണ്. അപ്പോഴാണ് അദ്ദേഹവും മറ്റാളുകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ജാവദേക്കറുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ ഇടയാവുന്നത്. അപ്പൊ ഇവിടെ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം, ഇത്തരത്തിലൊരു ദല്ലാൾ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ അനിൽ ആന്റണിയുമായി ഇത്തരത്തിലുള്ള 25 ലക്ഷം രൂപയുടെ ഒരു ഇടപാടിൽ ബന്ധപ്പെട്ട ഒരാൾ എങ്ങനെയാണ് ഒരു ദേശീയ നേതൃത്വത്തിൽപ്പെട്ട ഒരാളുമായി ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഒരേ കാറിൽ പോകുന്നു, എന്നിട്ട് അവസാനം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാളെ അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയുന്നത്? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? ആ ചോദ്യമാണ് നമ്മളിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അനിൽ ആന്റണിക്കെതിരെ ദല്ലാൾ നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ അനിൽ വളരെ ശക്തമായിട്ട് നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, റെസ്റ്റോറന്റ് പോലെയുള്ള ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള യാതൊരു ഇടപാടും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ PJ കുര്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇത്തരം ഒരു പണമിടപാട് ഉണ്ടായതായിട്ട് നന്ദകുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ പണം തിരികെ കൊടുക്കണമെന്ന് ഞാൻ അനിലിനോടോ അല്ലെങ്കിൽ AK ആന്റണിയോടോ പറഞ്ഞു. ഇതിൽ ആരോടാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം ഓർക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നന്ദകുമാർ പറഞ്ഞിരുന്നു ഇത് PT തോമസ് ആണ് ഇടപെട്ടത്, PT തോമസ് വഴിക്കാണ് ആ പണം തിരികെ കിട്ടിയത്. അത് ഉമാ തോമസിന്, അതായത് PT തോമസിന്റെ ഭാര്യയ്ക്ക് അറിയാം, ഇപ്പോഴത്തെ തൃക്കാക്കര MLA, അവർക്കറിയാം എന്ന് പറഞ്ഞു. പക്ഷേ ഉമാ തോമസ് പറഞ്ഞത് എനിക്കതറിയില്ല, എന്നോട് PT തോമസ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നന്ദകുമാർ ആവർത്തിച്ച് അവകാശപ്പെടുന്നത്, എൻ്റെ കയ്യിൽ ഇതിന്റെ വീഡിയോ ഉണ്ട്, ഞാനത് പുറത്തേക്ക് വിടുമെന്നാ. എങ്കിൽ പുറത്തേക്ക് വിടുന്നേ, പോരട്ടിങ്ങോട്ടെ, തെളിവിങ്ങോട്ട് പോരട്ടെ, നമുക്ക് കാണാമല്ലോ. ഇത് മിഥുനം എന്ന് പറയുന്ന ഒരു സിനിമയിലെ രംഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു വീട്ടിലൊരു കൂടോത്രം അല്ലെങ്കിൽ ഒരു മന്ത്രവാദ പ്രയോഗം നടന്നു. ഇതാരാണ് ചെയ്തത്? അത് കണ്ടുപിടിക്കാൻ വേണ്ടി മന്ത്രവാദി വന്നിരിക്കുകയാണ്. മന്ത്രവാദി പൂജയൊക്കെ നടത്തി കയ്യിലൊരു തേങ്ങയുമായിട്ട് നിൽക്കുകയാണ്. ഇത് അദ്ദേഹം ഇപ്പം അടിച്ചു പൊട്ടിക്കും, നിലത്ത് അടിച്ചു ഉടയ്ക്കും. തേങ്ങ ഉടഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രവാദം ചെയ്ത ആളിന്റെ തല തെറിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ പൂജാരി ഈ തേങ്ങയുമായി നടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നന്ദകുമാർ പറയുന്നുണ്ട്, വീഡിയോ ഉണ്ട്, ഞാനത് ഇപ്പൊ ഉടയ്ക്കും, തലതെറിച്ചു പോകും, അല്ലെങ്കിൽ ഞാനത് തെളിവ് കാണിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അനിലും പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ചില തെളിവുകൾ ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ തെളിവുകൾ പോരട്ടെന്നേ.
അപ്പോൾ നമുക്ക് എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് അറിയാമല്ലോ. അനിലാണെങ്കിൽ തെളിവില്ലാതെ ഒരു കാര്യവും പറയാറില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് A.K. ആന്റണി ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആരോ എഴുതി കൊടുത്ത പോഴത്തങ്ങള് അതേപോലെ വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ അനിൽ ആന്റണിക്കെതിരെയുള്ള ആരോപണത്തെ പറ്റി പറയുമ്പോൾ ആരോ ഒരാൾക്ക് CBIയുടെ കോൺസിലാകാൻ കൈക്കൂലിയായിട്ട് 25 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. അതില് ഈ ദല്ലാൾ നന്ദകുമാറിന് എന്താ കാര്യം? അദ്ദേഹം എങ്ങനെയാണ് 25 ലക്ഷം രൂപ കൊടുക്കുന്നത്? വാസ്തവത്തിൽ കൈക്കൂലി വാങ്ങുന്നതും കൈക്കൂലി കൊടുക്കുന്നതും കൈക്കൂലിക്ക് പ്രേരിപ്പിക്കുന്നതും ഒക്കെ കുറ്റകരമാണ്. അപ്പോൾ ഈ ഒരു ഇടപാടിൽ അത് നടന്നതോ നടന്നില്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ, അത് വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുകയാണ്. പക്ഷെ നടന്നതായി പറയുന്ന ഈ ഇടപാടിൽ അനിൽ ആന്റണി ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അനിലിനോടൊപ്പം തന്നെ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ആളാണ് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആള്. അത്തരത്തിലുള്ള ഒരാളുമായിട്ട് BJPയുടെ ഒരു പ്രധാന ദേശീയ നേതാവിന് എന്താണ് ബന്ധം എന്ന ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഇതിപ്പോൾ BJP നേതൃത്വം വഴിയിൽ കിടന്നൊരു വയ്യാവലി എടുത്ത് തോളിലിട്ട അവസ്ഥയിലാണ്. അവര് കരുതിയത് A.K. ആന്റണിയുടെ മകനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പത്തനംതിട്ടയിലെ നസ്രാണികളും ആന്റണിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരും അലമാലകളായി ചെന്നിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്നാണ്. ഇപ്പോൾ വോട്ടുമില്ല, ആരോപണങ്ങൾ ബാക്കിയാവുന്നു, അഴിമതി ആരോപണങ്ങൾ വരുന്നു. ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ഒരാൾ BJPയുടെ ദേശീയ നേതാവ് അല്ലെങ്കിൽ കേരളത്തിലെ പ്രഭാരിയുമായി അടുത്ത ബന്ധം ഉള്ള ആളാണെന്ന് തെളിയുന്നു. അപ്പോ ഈ കാര്യത്തിൽ, അതായത് നന്ദകുമാറും ഒന്നിച്ചുള്ള ഒരു യാത്ര, അതെന്തിനായിരുന്നു? അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? അതിന് മറുപടി പറയേണ്ട ബാധ്യത BJPയുടെ ദേശീയ നേതൃത്വത്തിനാണ് ഉള്ളത്.